മതി ഉമ്മ, മതി മതി മതി. പറഞ്ഞിട്ട് പോ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. പോയിട്ട് വാ. ഉമ്മ 12 മണിക്ക് വരണേ. 12 മണിക്കാ? എന്താ 12 മണിക്ക്? ഓള് സ്കൂളിൽ പ്രോഗ്രാം അല്ലേ, പാട്ട് പാടുന്നൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനിപ്പം കൂടി 12 മണിക്ക് വരാം. ഞാൻ ചിലപ്പോഴും ഉമ്മ മാത്രം വന്നാ മതി. ഇങ്ങനെ ഉമ്മയെ കൈ മാത്രം വെച്ചിട്ട് വരിക? ഉമ്മ വന്നാ മതി. എടി ഞാൻ ഈ കൈ വെച്ചിട്ട് എങ്ങനെ വരാനാ? ഞങ്ങളെ ഉപ്പ വന്നാ ശരിയാവില്ല. അതെന്താ മോളെ? ഉപ്പ കറുത്തിട്ടാണ് എനിക്ക് അങ്ങോട്ട് വരുന്നേക്ക് നാണക്കേടാ. എന്റെ സ്കൂളിൽ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കും. എന്താടി എനിക്കിപ്പോ പെട്ടെന്നൊരു കറുപ്പുപ്പാനെ ഈ കണ്ട കാലം ഈ കറുത്തപ്പാനല്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്? അന്ന് ഉപ്പ എന്നെ വിളിക്കാൻ വന്നപ്പോ അവരെന്താ ചോദിച്ചെന്നറിയോ? ഇത് എന്റെ ഡ്രൈവറിനെ കാണാൻ എന്ത് കറുത്തിട്ടാന്ന് എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുക. മോളെ പോയിക്കോ. ഞാൻ പറഞ്ഞിക്കണ എന്താന്നറിയോ, എന്റെ ഉപ്പ അമേരിക്കാനാണ്, നല്ല വെളുത്തിട്ടാണ്. സാരല്ലേ, അങ്ങനെ തന്നെ ഇരുന്നോട്ടാ. ഉമ്മ വരും. ഉപ്പ വരുന്നില്ല കേട്ടാ. ഞാൻ വരുന്നില്ല. ഞാനും ഈ ചീത്ത പറയണ്ട. മോളെ പോയിക്കോ. ബസ് വരാറായി. ഓക്കെ മതി. മോളെ ചെല്ല, സ്കൂൾ വരെ ബസ് വരാനായി. ഓക്കെ. ഇതൊക്കെ വളം വെച്ച് കൊടുത്താലേ എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് അറിയാലോ. സാരല്ലേ, കുട്ടികളല്ലേ. കുട്ടികളല്ലേ? അവള് ചെറിയ കുട്ടിയല്ലേ, അതൊന്നും കാര്യാക്കണ്ട. 10 വയസ്സായിട്ടാണോ ചെറിയ കുട്ടി? അവളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അവള് പറഞ്ഞത് ശരി തുടങ്ങിക്കോ. അവള് പറഞ്ഞത് ശരിയല്ലേ. ഒരു പക്ഷെ നാണക്കേട് ഉണ്ടാവും ചിലപ്പോ. എന്താ ഞാൻ പറയാ. ഇത് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ ഒരു കല്യാണത്തിന് വരില്ല, ഒരു പ്രായത്തിന് വരില്ല, എന്റെ വീട്ടിൽ ഒരു പ്രോഗ്രാമിന് വരില്ല, അപ്പൊ കുട്ട പരിപാടിക്കും വരില്ല. നിങ്ങൾ സ്വയം ഒതുങ്ങാൻ നിൽക്കണം എന്തിനാ? ഒതുങ്ങല്ലോ, അവർക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോവാതിരിക്കുക. അതിന് എന്താ ഒരു കുഴപ്പമില്ല. അപ്പൊ മോൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പോകണ്ട. ഈ പോയിട്ട് വായോ. ഈ ഒരു കാര്യം ചെയ്ത് വീഡിയോ എടുത്തിട്ട് വന്നാൽ മതി. ഫോണിൽ അതും നല്ലൊരു ഓട്ടോ വിളിച്ച് പോയാൽ മതി. ഇനിയിപ്പോ ഈ ചെന്നിട്ടില്ലെങ്കിൽ അവൾക്ക് സങ്കടാവൂലേ? അവൾക്ക് സങ്കടാവണം. ഓള് ഈ പറഞ്ഞത് ഓളെ വാപ്പ പറഞ്ഞത് ഓൾക്ക് നിങ്ങൾക്ക് സങ്കടായില്ലേ? വാപ്പാട് പറഞ്ഞത് ഓള് പറയാൻ പാടുണ്ടാ? ഓൾക്ക് തിന്നോട് പോലൂടല്ലേ? അതിനെങ്ങനെ തലകേറ്റിരിക്കലായിരുന്നു മോളെ. കുട്ടികളല്ലേ. കുട്ടികളായതുകൊണ്ടാണ് ഞാൻ ഒന്നും കൊടുക്കാതിരുന്നത്. ഇനിയിപ്പോ ഒന്ന് കിട്ടിയാലും വണ്ടി വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം എന്നോട്. ഇത് നിങ്ങളുടെ സ്വന്തം മോളാണ്, നിങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ നിങ്ങളുടെ മോള്. ഇതിനെ നാളെ മുന്നോട്ട് നിങ്ങൾ തന്നെ കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ ഓളി വയസ്സില് എന്റെ അപ്പ അങ്ങനെ എന്റെ അപ്പ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നാളെ ഇതിലും വലിയോള് പറയും. അതുകൊണ്ട് പുന്നാര മകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളെ, ഇല്ലെങ്കിൽ ഓൾ എന്റെ കയ്യിൽ ചൂടാണ്. അതിനൊക്കെ പറയുള്ളൂ. പുന്നാഴ്ച മുന്നേ തലയിൽ കയറ്റിട്ട് പെണ്ണിപ്പോ എന്താ പറയാത്ത അവസ്ഥയായിരിക്കും. കാര്യാക്കണ്ട. അവള് വലിയ കുട്ടികളെ ഒക്കെ മാർക്കണം. ഇപ്പൊ അതൊന്നും കാര്യാക്കണ്ടെന്നേ. ചെറിയ കുട്ടികളല്ല, അവർക്ക് ഉണ്ടാവും അതിൻ്റെതായ ചിലപ്പോൾ സങ്കടം. അത് മനസ്സിലാക്കാനുള്ള പ്രായമാകുമ്പോൾ അവൾ മനസ്സിലാക്കും. എന്താണ് നമ്മളത് ആ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുകൾ. അവളെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ കറുത്തായതുകൊണ്ട് ഓളെ കൂടെയുള്ള ഉപ്പാരൊക്കെ നല്ല വെളുത്തിട്ടൊക്കെ ആയിരിക്കും, നല്ല കാശുകാരായിരിക്കും. ഇതിപ്പോ ഈ അന്നെ പോലെ അല്ലല്ലോ എല്ലാവരും. ഈ ചിന്തിക്കും പോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന പോലെയാണ് അപ്പുറത്തുള്ള ആളുകൾ ചിന്തിക്കുന്നത്. എവിടെ മനസ്സമാധാനത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിജായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചീത്ത പറയണ്ട, അത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പണിക്ക് പോകണം. വരാം.